അങ്ങനെ മാനസിയും ആന്റിയമ്മയും പരസ്പരം അടിയോടടിയാണ്. നല്ലൊരു ഗംഭീര എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം കാണിക്കുന്നത് സുജാതയും സാഗറും കൂടി സംസാരിക്കുന്നതാണ്. സാഗറിനോട് സുജാത ബലരാമനെ ജയിലിൽ നിന്ന് ഇറക്കുന്നതാണ് കൃഷ്ണന്റെ പ്രശ്നം. കൃഷ്ണൻ അത് ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അവൻ പറഞ്ഞ സത്യം തന്നെയല്ലേ സാഗർ, ബലരാമൻ നമ്മളോട് ചെയ്തിരിക്കുന്നത് വലിയൊരു തെറ്റ് തന്നെയല്ലേ, എന്തിനാണ് ബലരാമനെതിരെയുള്ള കേസ് പിൻവലിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഒരു പക്ഷേ ബലരാമനെതിരെയുള്ള കേസ് പിൻവലിക്കാതിരുന്നാൽ കൃഷ തിരിച്ചു വരുമെന്ന് പറയുകയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കൃപയോട് പറഞ്ഞ് കൃപയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ അത് പറ്റില്ല, കൃപ ആദ്യമായി ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്. കൃപ ആഗ്രഹിച്ച പോലെ ബലരാമനെതിരെയുള്ള കേസ് പിൻവലിച്ചേ പറ്റൂ, ബലരാമൻ പുറത്തു വരട്ടെ. അതിനുശേഷം സാഗറിന്റെ ഒരു മാസ്റ്റർ പീസ് ഡയലോഗാണ്. എനിക്കിപ്പോൾ തോന്നുന്നത് കൃഷ്ണയെക്കാട്ടും നമ്മളിപ്പോൾ സ്നേഹിക്കുന്നത് ബലരാമനാണെന്നാണ്. എന്നാൽ അത് കേട്ട് സുജാത എന്താ സാഗർ ഇങ്ങനെയൊക്കെ പറയുന്നത്? തുടർന്ന് സാഗർ വീണ്ടും സുജാതയോട് ഞാൻ പറയാം സുജാതെ, അന്ന് സ്റ്റേഷനിൽ എന്റെ തല്ലെല്ലാം ബലരാമൻ നിശബ്ദനായിട്ട് കൊള്ളുകയായിരുന്നു. എന്നെ ഒരു തവണ പോലും എന്റെ കൈ തടയാൻ ബലരാമൻ ശ്രമിച്ചില്ല. പക്ഷെ കൃഷ എന്റെ അടി തടഞ്ഞു. അതുകൊണ്ട് കൃഷ്ണയെക്കാളും ബലരാമനാണ് എന്നോട് കൂടുതൽ ഇഷ്ടം. അങ്ങനെ വലിയൊരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ് സാഗർ. ബലരാമന്റെ കണ്ണിൽ ആ സമയത്ത് ഞാൻ സ്നേഹമാണ് കണ്ടത്, കൃഷ്ണ കണ്ണിലെ പോലെ തീയല്ല, സ്നേഹമാണ് ഞാൻ ബലരാമന്റെ കണ്ണിൽ ആ സമയത്ത് കണ്ടത്. ശത്രു എന്ന് കരുതിയവൻ എന്റെ തല്ലി തടഞ്ഞില്ല, പക്ഷെ മകനായ കൃഷ്ണ എന്റെ തല്ലി തടഞ്ഞു. അതിന്റെ അർത്ഥം എന്താണ്? എനിക്കിപ്പോൾ ഒരു തോന്നൽ വരികയാണ്, ഇളയ മകൻ നമ്മൾ ഉപേക്ഷിച്ചു പോയപ്പോൾ നമ്മുടെ മൂത്ത മകൻ അടുത്തേക്ക് വരികയാണോ എന്ന്. എന്നാൽ ഇതെല്ലാം കേട്ട് സുജാത പിന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സാഗർ ഇത് എന്ത് കോക്കനട്ടാണ് പറയുന്നത്? എന്നാൽ അത് കേട്ട് സാഗർ ഞാൻ പറയുന്നത് സത്യം തന്നെയല്ലേ, നമ്മൾ ബലരാമനെ മൂത്ത മകനെ പോലെയല്ലേ കണ്ടത്? തുടർന്ന് സുജാത പിന്നെ സാഗറിന്റെ കൈ പിടിച്ചുകൊണ്ട് എനിക്കൊന്നും കേൾക്കണ്ട, എനിക്ക് എന്റെ മകൻ കൃഷ്ണ ഇങ്ങോട്ട് മടക്കി കൊണ്ടുവരണം എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ പിന്നെ സുജാതയെ ആശ്വസിപ്പിക്കുകയാണ്, നീ വിഷമിക്കേണ്ട, കൃഷ്ണ മടങ്ങി വന്നോളും എന്ന് പറയുകയാണ്. നമ്മൾ ബലരാമനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അത് അറിഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണന് പിന്നെ ഇരിക്കാൻ സാധിക്കില്ല, കൃഷ്ണ എത്രയും പെട്ടെന്ന് അധികം വൈകാതെ തന്നെ ഇങ്ങോട്ട് തിരിച്ചെത്തുമെന്ന് പറയുകയാണ്. അവൻ വരട്ടെ, അവന് വരാതിരിക്കാൻ പറ്റില്ല, നീ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അവൻ എന്റെ സർനെയിം ഒന്നും എടുത്തു കളയാനൊന്നും സാധിക്കില്ല. എന്റെ ഈ നെഞ്ചിന്റെ ചൂടറിഞ്ഞല്ലേ അവൻ വളർന്നത്, അവൻ തിരിച്ചു വരും. പക്ഷെ ഞാൻ അവന് മുന്നിൽ തോറ്റു കൊടുക്കില്ല, എനിക്കിനി എത്ര നഷ്ടം വന്നാലും അവന് മുന്നിൽ ഞാൻ തോറ്റു കൊടുക്കില്ല. അതുപോലെ മറ്റൊരു കാര്യം, ഈ വീട്ടിൽ മരുമകളായിട്ട് വരാൻ പോകുന്നത് കൺമണിയല്ല മാനസയാണ്. ഇതും പറഞ്ഞുകൊണ്ട് സാഗർ അകത്തേക്ക് കയറി പോവുകയാണ്. എന്നാൽ സാഗർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് സുജാത വീണ്ടും പൊട്ടി പൊട്ടി കരയുകയാണ്. തുറന്നു കാണിക്കുന്ന കൃഷാണ്. കൃഷി ദേവ്ജിയുടെ വീട്ടിലേക്ക് ചെന്നിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ദേവ്ജി നല്ല കലിപ്പ് മോഡിൽ നല്ല ഗൗരവത്തിൽ വീടിന്റെ പുറത്ത് തന്നെ കാത്തു നിൽക്കുകയാണ്. തുടർന്ന് കൃഷി വേഗം തന്നെ ദേവ്ജിയുടെ അടുത്ത് നിന്ന് തുറന്ന് കൃഷി പിന്നെ ദേവ്ജിയോട് ദേവ്ജി അച്ഛനും ഞാനും തമ്മിൽ വലിയൊരു തർക്കം കഴിഞ്ഞിട്ടാണ് വരുന്നത്, ഇനി ഞാൻ ആ വീട്ടിലേക്കില്ല. എന്നാൽ അത് കേട്ട് ദേവ്ജി ഒക്കെ ഞാൻ അറിഞ്ഞു, ഇനി സമയം കളയാനില്ല, നീ ഇപ്പോൾ തന്നെ കൺമണിയും കൂട്ടിക്കൊണ്ട് ഇവിടുന്ന് പോണം എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. ദേവ്ജി എന്താണ് പറയുന്നത് ചോദിക്കുകയാണ്. കൃഷ് ഞങ്ങൾ എവിടെ പോകണമെന്നാണ് ദേവ്ജി പറയുന്നത്. എന്നാൽ അത് കേട്ട് ദേവ്ജി അതൊക്കെ കൺമണി പറയും, കൺമണിയോട് ഞാൻ എല്ലാം വിശദമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. തുറന്ന് കൃഷി വീണ്ടും ദേവ്ജിയോട് എന്താണ് സംഭവം എന്ന് ചോദിക്കുകയാണ്. തുറന്ന് ദേവ്ജി എല്ലാം നല്ലതിനാണ്, നീ ആദ്യം ഞാൻ പറയുന്ന അനുസരിച്ച് നീ കൺമണിയും കൂട്ടിക്കൊണ്ട് വേഗം തന്നെ ഇവിടുന്ന് പൊയ്ക്കോളാൻ പറയുകയാണ്. തുറന്ന് കൃഷി എന്തായാലും ഞാൻ കൺമണിയും കൂട്ടിക്കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകാൻ തയ്യാറായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. എന്നാൽ ആ മറുപടി കേട്ട് ദേവ്ജിക്ക് സന്തോഷമാവുകയാണ്. അത് ശരി, വൈദ്യൻ ഇച്ഛിച്ചതും രോഗി കൽപ്പിച്ചതും പാല്. എന്നാൽ ഈ സമയത്ത് കൺമണി ബാഗുമായിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ്. തുടർന്ന് ദേവ്ജി പിന്നെ കൃഷ്ണനോടും കൺമണിയോടും അപ്പോൾ ഇനി കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ രണ്ടുപേരും ഇവിടെയില്ല. എന്നാൽ അത് കേട്ട് കൃഷ്ണ അയ്യോ ദേവ്ജി, എനിക്ക് അധികം നാളൊന്നും മാറി നിൽക്കാൻ സാധിക്കില്ല, ബലരാമൻ വരും, ബലരാമൻ വരുന്ന സമയത്ത് എനിക്ക് ഇവിടെ ഉണ്ടാകണം, അതുകൊണ്ട് എനിക്ക് അധികം ദിവസം ഒന്നും ഒളിവിൽ പോകാൻ സാധിക്കില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ദേവ്ജി ഒരു ബലരാമനും വരാൻ പോകുന്നില്ല, നീ ഞാൻ പറയുന്നത് ചെയ്താൽ മതി, നീ വേഗം പോയി വണ്ടി എടുക്കടാ എന്ന് പറഞ്ഞ് കൃഷ്ണനെ പറഞ്ഞു വിടുകയാണ്. തുറന്ന് കൃഷ അവിടെ നിന്ന് പോവുകയാണ്. തുറന്ന് ദേവ്ജി പിന്നെ കൺമണിയോട് എല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നടന്നിരിക്കണം, നീ പോയിട്ട് വണ്ടി കയറാൻ പറഞ്ഞ് കൺമണിയെ യാത്ര അയക്കുകയാണ്. തുറന്ന് കൺമണി വന്നിട്ട് കൃഷ്ണന്റെ കൂടെ കാറിലേക്ക് കയറുകയാണ്. തുറന്ന് കൺമണി കൃഷ്ണ സീറ്റ് ബെൽറ്റ് എല്ലാം ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ദേവ്ജി വരികയാണ്. തുറന്ന് ദേവ്ജി കൃഷ്ണനും കൺമണിക്കും ഒരു ടാറ്റ കൊടുക്കുകയാണ്. അങ്ങനെ കൃഷ്ണനും കൺമണിയും പുതിയൊരു ജീവിതം ആരംഭിക്കാൻ പോവുകയാണ്. തുറന്ന് കൃഷി അവിടുന്ന് കാറെടുത്ത് പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് ദേവ്ജി കാട്ടക്കാലിപ്പിൽ മുണ്ടെല്ലാം മടക്കി കുത്തി ലാലേട്ടൻ നിൽക്കുന്ന പോലെ ഒരു നിൽപ്പാണ്. തുറന്ന് കാണിക്കുന്ന മാനസിയും മാനസിയുടെ അമ്മ ഹേമയും ബാഗെല്ലാം പാക്ക് ചെയ്ത് കുറെ നാളത്തെ സുഖവാസത്തിന് ശേഷം സാഗറിന്റെ വീട്ടിൽ നിന്ന് പടിയിറങ്ങാൻ നിൽക്കുകയാണ്. തുറന്ന് ഹേമ നല്ല ഗൗരവത്തിൽ സുജാതിയോട് സാഗറിനോട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണെന്ന് പറയുകയാണ്. എന്നുള്ളത് കേട്ട് സുജാതി ഒന്ന് ഞെട്ടുകയാണ്. അയ്യോ ഹേമയും മാനസി നിങ്ങൾ എന്താണ് പോകുന്നത് ചോദിക്കുകയാണ്. തുറന്ന് മാർസ കട്ടക്കലിപ്പിൽ പിന്നെ സുജാതിയോട് ഞങ്ങൾ എന്തിനാണ് ആന്റി ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത്, അടുത്തയാഴ്ച കല്യാണം, ജർമ്മനിയിൽ നിന്ന് മടങ്ങി വന്നാൽ അപ്പോൾ കല്യാണം, പൗർണമിക്ക് അടുത്ത കല്യാണം, എന്തൊക്കെ തള്ളായിരുന്നു, നിങ്ങളെ കൊണ്ടൊരു ചുക്കും സാധിക്കില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുകയാണ്. അങ്ങനെ കുരയ്ക്കാത്ത മാനസികം കുരച്ചു തുടങ്ങിയിരിക്കുകയാണ്. തുടർന്ന് ഹേമ പിന്നെ സുജാതിയോട് ഞങ്ങൾക്കുണ്ട് സുജാത വ്യക്തിത്വവും അഭിമാനവും എല്ലാം, ഞങ്ങൾക്ക് ഇതുപോലെ അഭിമാനം കളഞ്ഞിവിടെ നിൽക്കേണ്ട യാതൊരു ഗതികേടുമില്ല, എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു.
മോളുടെ കല്യാണം നടത്താൻ യാചിച്ച് കെഞ്ചി പിന്നാലെ നടക്കുന്നു. കൃഷാണെങ്കിൽ ചവിട്ടി തയ്ക്കുന്ന പോലെയാണ് പെരുമാറുന്നത്. ഏതാണ്ട് പരസ്യമായി തന്നെ മാനസിക കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്ന് കൃഷ് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അവന്റെ സമ്മതത്തോടു കൂടി ഈ കല്യാണം നടക്കില്ല എന്ന് ഉറപ്പായി. ഇനി നിങ്ങൾ ഇടപെട്ടിട്ട് അവനെ കൊണ്ട് നിർബന്ധിച്ച് ഇങ്ങനെ കല്യാണം കഴിപ്പിക്കാൻ പറ്റുമോ? എനിക്കിങ്ങനെ ഒരു മകനില്ലെന്ന് സാഗർ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അച്ഛനെന്നുള്ള അവകാശവും അവിടെ തീർന്നു. അങ്ങനെ കൃഷ്ണന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന പിടിവള്ളി ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് സാഗർ തൊട്ടപ്പുറത്തിരിക്കുന്നുണ്ട്. സാഗർ കമ എന്നൊരു അക്ഷരം പോലും മിണ്ടുന്നില്ല. ഞാൻ ഈ നാട്ടുകാരനല്ലേ എന്ന രീതിയിലാണ് സാഗർ ഇരിക്കുന്നത്. തുടർന്ന് സുജാത പിന്നെ ഹേമയോട്, അയ്യോ ഹേമ അങ്ങനെയൊന്നും കരുതണ്ട, ദേഷ്യം വരുമ്പോൾ അച്ഛനമ്മയും മക്കളോട് അങ്ങനെയൊക്കെ പറയും, അതൊക്കെ വെറുതെ തമാശയ്ക്ക് പറയുന്നതാണ്. തുടർന്ന് മാനസ് തുടങ്ങിയിരിക്കുകയാണ്. മാനസ കട്ട കലിപ്പിൽ പിന്നെ സുജാതിയോട്, ആന്റി ഇനി ഇവിടെ ആരും ഉറപ്പൊന്നും തരണ്ട, എന്റെ ജീവിതം പാഴാക്കി കളയാൻ എനിക്ക് ഈ താല്പര്യമില്ല എന്ന് തുറന്നടിച്ച് പറയുകയാണ് മാനസ. തുടർന്ന് ഹേമ നല്ല ദേഷ്യത്തിൽ പിന്നെ സുജാതിയോട്, കൃഷി അവൻ ഇങ്ങനെ ആകാശത്ത് നിന്ന് പൊട്ടി വീണതൊന്നല്ലോ, അവന്റെ വിചാരം കണ്ടാൽ തോന്നും ഈ ലോകത്ത് അവനല്ലാതെ വേറെ ആണുങ്ങളില്ലെന്ന്. അവൻ തന്നെയല്ലേ മാനസയുടെ വിരലിൽ എൻഗേജ്മെന്റ് റിംഗ് ഇട്ടത്, അല്ലാതെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയിട്ടല്ലോ അവൻ അത് ഇട്ടത്. എന്നാൽ ഹേമയുടെ മറുപടി സാഗറിന് ശരിക്കും കൊള്ളുകയാണ്. എന്തായാലും ഗുഡ് ബൈ സാഗർ, ഗുഡ് ബൈ സുജു. എല്ലാം നിങ്ങളുടെ കുറ്റമാണ്, മക്കളെ വളർത്താൻ അറിയണം, ഇതൊക്കെ നിങ്ങളുടെ കുറ്റമാണെന്ന് പറഞ്ഞ് സാഗറിനെയും സുജാതിയും കുറ്റപ്പെടുത്തിക്കൊണ്ട് മാനസി ഹേമി അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ ആന്റിയമ്മ കലിച്ചു തുള്ളിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ്. ആന്റിയമ്മ ഹേമിക്ക് നേരെ വിരൽ ചൂണ്ടുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നല്ല ദേഷ്യത്തിൽ വരുന്നത്. എന്നാൽ അത് കണ്ട് മാനസിക ദേഷ്യം വരികയാണ്. മാനസ പിന്നെ ആന്റിയമ്മയ്ക്ക് നേരെ പൊട്ടിത്തെറിക്കുകയാണ്. വെറുതെ എന്റെ അമ്മയ്ക്ക് നേരെ ഭീഷണിപ്പെടുത്തലൊന്നും വേണ്ട, അമ്മയെ വരട്ടാനൊന്നും വരണ്ടെന്ന് നല്ല ദേഷ്യത്തിൽ മാനസ ആന്റിയമ്മയുടെ മുഖത്തടിച്ച് പറയുകയാണ്. ആന്റിയമ്മയുടെ വാക്ക് കേട്ട് വിശ്വസിച്ചിരുന്നതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം. അതല്ലായിരുന്നെങ്കിൽ ഞാൻ എന്റെ പാട് നോക്കി പണ്ടേ പോയേനെ. അവനും അവന്റെ കൺമണി സുഖമായിട്ട് ജീവിക്കട്ടെ. എന്നാൽ അത് കേട്ട് ഹേമ പിന്നെ ആന്റിയമ്മയോട്, ഒരു കാര്യം കൂടി ഞങ്ങൾ പറഞ്ഞേക്കാം, എന്റെ മോളുടെ ഭാവി ഇല്ലാതാക്കിയ കൃഷ്ണി കൺമണി ഞങ്ങൾ എന്തായാലും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല, അവർക്ക് നല്ല പണി കൊടുക്കുമെന്ന് പറയുകയാണ് ഹേമ. ഇതൊക്കെ അറിയുമ്പോൾ ജയമോഹൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കാൻ പറയുകയാണ്. സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, അതല്ലെങ്കിൽ കഴുത്ത് ഞെക്കിക്കൊല്ലും, അതാണ് ജയമോഹൻ. ഗുണ്ടാ ഫാമിലിയാ, എല്ലാവരും തയ്യാറായിരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ഹേമ മാനസിയെ വിളിക്കുകയാണ്. വാ മോളെ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ബാഗ് എടുക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ആന്റിയമ്മ നല്ല ദേഷ്യത്തിൽ പിന്നെ ഹേമയോട്, നിക്കടി അവിടെ, നിങ്ങൾക്ക് പറയാനുള്ളത് മാത്രം പറഞ്ഞിട്ട് അങ്ങ് പോയാൽ മതിയോ, ഞങ്ങൾക്ക് കൂടി പറയാനുള്ളത് കേൾക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. ഞങ്ങൾക്കും കൂടി പറയാനുള്ളത് കേട്ടിട്ട് പോയാൽ മതി, നീ കേട്ടിട്ടേ പോകൂ എന്ന് ഹേമയുടെ മുഖത്തടിച്ച് പറയുകയാണ് ആന്റിയമ്മ. എന്നാൽ അത് കേട്ട് ഹേമ, ശരി ഞങ്ങൾ കേൾക്കാം, നീ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് ആന്റിയമ്മ വീണ്ടും പതിവ് പോലെ തള്ളാരംഭിച്ചിരിക്കുകയാണ്. മാനസ കല്യാണം കഴിക്കാൻ പോകുന്നത് കൃഷ്ണൻ തന്നെയായിരിക്കുമെന്ന് പറയുകയാണ് ആന്റിയമ്മ. എന്നാൽ അത് കേട്ട് ഹേമയ്ക്ക് ദേഷ്യം വരികയാണ്. ഇപ്പോഴൊരു കാര്യം മനസ്സിലായി, കൃഷി അല്ല ചേച്ചിയമ്മയാണ് ഞങ്ങളെ വീണ്ടും വീണ്ടും പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും കൃഷി മാനസയെ കെട്ടണമെങ്കിൽ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കണം. ഇനി പടിഞ്ഞാറ് ഉദിച്ചാൽ തന്നെ കൃഷി മാനസിക കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല, അവനെ ഞങ്ങൾക്ക് വേണ്ട. എന്നാൽ അത് കേട്ട് ആന്റിയമ്മ പിന്നെ ഹേമയോട്, ഹേമയ്ക്ക് കൃഷ്ണ വേണ്ടായിരിക്കും, പക്ഷെ മാനസിക്ക് കൃഷ്ണ വേണം, മാനസിയോട് ചോദിച്ചു നോക്കാൻ പറയുകയാണ്. എന്താ മാനസ നിനക്ക് കൃഷ്ണ വേണ്ടേ എന്ന് ചോദിക്കുകയാണ് ആന്റിയമ്മ. എന്നാൽ ആ ചോദ്യത്തിന് മറുപടി കൊടുക്കാതെ മാനസിനെ കണ്ണുരുട്ടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പറ മാനസേ, നിന്റെ ജീവിതത്തിൽ കൃഷ്ണയല്ലാതെ മറ്റാരെങ്കിലും നിനക്ക് സങ്കല്പിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ്. കൃഷി നിന്നെ കെട്ടണമെങ്കിൽ സൂര്യൻ പടിഞ്ഞാറുദിക്കണമെന്നാണ് നിന്റെ അമ്മ പറഞ്ഞത്, അതിനുവേണ്ടി സൂര്യനെ ഞാൻ പടിഞ്ഞാറല്ല എവിടെ വേണമെങ്കിലും ഞാൻ ഉദിപ്പിക്കാൻ തയ്യാറാണെന്ന് തള്ളിമറിക്കുകയാണ് ആന്റിയമ്മ. പിന്നെ നിങ്ങളിപ്പോൾ പറഞ്ഞു കൃഷി ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം വളർത്തുദോഷമാണെന്ന്. കൃഷ്ണ എന്തെങ്കിലും വളർത്തുദോഷമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ എന്ന് ചോദിക്കുകയാണ്. വളർത്തുദോഷമുള്ളത് കൃഷ്ണയല്ല, കൺമണിക്കാണ്. ആ ദോഷമാണ് കൃഷ്ണ പിടികൂടിയിരിക്കുന്നത്, അത് നമ്മൾ ഒഴിപ്പിച്ചു വിടും. എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന ഹേമ വീണ്ടും ആന്റിയമ്മയോട്, ആന്റിയമ്മ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുകയാണ്. വല്ല പെണ്ണുങ്ങളെയും സ്വപ്നം കണ്ട് നടക്കുന്നവന്റെ തലയിൽ എന്റെ മോളെ കെട്ടിവെക്കണമെന്നാണ് ആന്റിയമ്മ ഉദ്ദേശിച്ചത്. എന്നാൽ അത് കേട്ട് ആന്റിയമ്മ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, കൃഷ്ണ സ്വപ്നം കണ്ട് കൃഷ്ണ ജപിച്ച് നടക്കുന്ന നമ്മുടെ മാനസയുടെ കഴുത്തിൽ കൃഷ്ണനെ കൊണ്ട് താലി കെട്ടിപ്പിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു കുടുംബം മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് നിങ്ങളുടെ പുറകെയുണ്ട്, മറ്റെല്ലാം വിടാൻ പറയുകയാണ്. സുജു, അതായത് മാനസിയുടെ അമ്മായിയമ്മ ശക്തമായിട്ട് മാനസിയുടെ പുറകിലുണ്ടാകും. ഇതിനപ്പുറം ആരുടെ സപ്പോർട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കുകയാണ്. കൃഷ്ണ സ്വമനസാല തന്നെയാണല്ലോ മാനസിയുടെ വിരലിൽ ആ എൻഗേജ്മെന്റ് റിംഗ് ഇട്ടത്, അതുകൊണ്ട് കൃഷി തന്നെ മാനസിയുടെ കഴുത്തിൽ താലി കെട്ടും. നമ്മുടെ ശത്രു കൃഷി അല്ല, കൺമണിയാണ്. മുമ്പ് രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയ പോലെ നമ്മുടെ കൃഷ്ണ കൺമണി തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. നമ്മൾ യുദ്ധം നടത്തി കൺമണിയെ തോൽപ്പിച്ച് കൃഷ്ണനെ മടക്കി കൊണ്ടുവരും. അതിനുശേഷം മാനസിയുടെ കൃഷ്ണന്റെയും പട്ടാഭിഷേകം. തുടർന്ന് ആന്റിയമ്മ സുജാതയുടെ മുഖത്ത് നോക്കി സുജു മോളുടെ ബാഗ് എടുക്കാൻ പറയുകയാണ്. തുടർന്ന് സുജാത മാനസയുടെ കൈ പിടിച്ചുകൊണ്ട്, മാനസെ വാ മോളെ, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് ഹേമേ എന്ന് പറഞ്ഞുകൊണ്ട് ഹേമയും മാനസിയും മുകളിലേക്ക് വീണ്ടും കൂട്ടിക്കൊണ്ട് പോവുകയാണ്.
എന്നാൽ ഈ സമയത്ത് ഇതൊന്നും കേൾക്കാത്ത പോലെ ഇരിക്കുന്ന സാഗറിന്റെ അടുത്ത് കലിച്ചു തുള്ളിക്കൊണ്ട് ആന്റിയമ്മ വന്നിട്ട് അനിയും കൂട്ട ഒക്കെ നിന്റെ പിടിപ്പുകേടാണെന്ന് പറഞ്ഞ് സാഗറിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആന്റിയമ്മ അവിടുത്തെ പോവുകയാണ്. അതെന്തായാലും ആന്റിയമ്മ പറഞ്ഞ സത്യം തന്നെയാണ്. ആന്റിയമ്മയെ പോലെ ഒരു വിഷവിത്തനെ ഈ വീട്ടിൽ താമസിക്കാൻ അനുവാദം കൊടുത്തത് സാഗറിന്റെ പിടിപ്പുകേട് തന്നെയാണ്. തുറന്നു കാണിക്കുന്നത് ധനലക്ഷ്മിയാണ്. ധനലക്ഷ്മി ഫോണിലൂടെ മനോജ് ചേട്ടനോട് ഇങ്ങനെ തള്ളി മറിക്കുകയാണ്. കൺമണിയുടെ പേരിലാണ് ഈ വീട്, ഞാൻ അത് നൈസായിട്ട് കൺമണിയിൽ നിന്ന് എന്റെ പേരിലേക്ക് ഈ വീട് മാറ്റുമെന്ന് പറയുകയാണ്. വരുൺ എന്തായാലും കൺമണിയുടെ പുറകെ ഇനി വരാൻ പോകുന്നില്ല. വരുണിന്റെ പാട് നോക്കി പോയിക്കോളും. അങ്ങനെയാണെങ്കിൽ ആ 101 പവൻ സ്വർണവും 10 ലക്ഷം രൂപയും നമ്മുടെ കയ്യിൽ. ഇതൊക്കെ തള്ളി മറിച്ച് ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ് ധനലക്ഷ്മി. എന്നാൽ ഈ സമയത്ത് ഇവരുടെ വീട്ടുമുറ്റത്തേക്ക് ഒരു കാർ വരികയാണ്. എന്നാൽ ഈ കാറിൽ ആരാണെന്ന് ഇങ്ങനെ ധനലക്ഷ്മി ഇങ്ങനെ കണ്ടു തുറപ്പിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ധനലക്ഷ്മിയെ ഞെട്ടിച്ചുകൊണ്ട് ആ കാറിൽ നിന്ന് അനിരുദ്ധ പോലീസ് ഇറങ്ങി വരികയാണ്. അത് കണ്ട് ധനലക്ഷ്മി വേഗം തന്നെ ഫോൺ വെക്കുകയാണ്. തുറന്ന് അനിരുദ്ധനെ കണ്ട് ഇയാളെന്ത് ഇവിടെ നിങ്ങൾ ചിന്തിച്ച് നിൽക്കുകയാണ് ധനലക്ഷ്മി. തുറന്ന് അനിരുദ്ധ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി അപ്പുറത്തെ ഡോർ തുറന്ന് വരുണെ ഇറക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. വരുണെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ധനലക്ഷ്മി. തുറന്ന് വരുണെ കണ്ട് സന്തോഷം മുഖത്ത് വരുത്തിക്കൊണ്ട് ധനലക്ഷ്മി പിന്നെ വരുണോട് അയ്യോ വരുൺ മോൻ എന്താണ് ഇവിടെ എന്ന് ചോദിക്കുകയാണ്. തുറന്ന് അനിരുദ്ധ ആ കാറിന്റെ പുറകിലെ സീറ്റിൽ നിന്ന് ആ ബാഗ് എടുത്ത് വരുണിന്റെ ബാഗ് എടുത്ത് വരികയാണ്. എന്നാൽ അത് കണ്ട് ധനലക്ഷ്മി എന്താണ് വരുൺ മോനെ, ഏട്ടത്തിക്ക് നീ വല്ല സമ്മാനം കൊണ്ടുവന്നിരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ടു വരുൺ ഏട്ടത്തിക്കുള്ള സമ്മാനം അധികം വൈകാതെ ഞാൻ തരുന്നുണ്ട്. എന്നാൽ അത് കേട്ട് ധനലക്ഷ്മി അപ്പോൾ ഈ പെട്ടിയിൽ എന്താണെന്ന് ചോദിക്കുകയാണ്. തുറന്നു വരുൺ ഒരാൾ ഇവിടുന്ന് പെട്ടിയും കിടക്കിയെടുത്ത് ഇവിടുന്ന് ഇറങ്ങിപ്പോയില്ലേ, ആ ഒഴിവിലേക്ക് ഞാൻ ഇങ്ങോട്ട് താമസം മാറുകയാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ധനലക്ഷ്മി നീ എന്താണ് പറയുന്നതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് അനിരുദ്ധ് അയ്യോ ഏട്ടത്തിക്ക് മനസ്സിലായില്ലേ, ഇന്ന് മുതൽ വരുൺ ഈ വീട്ടിലാണ് താമസം. എന്നാൽ അത് കേട്ട് ധനലക്ഷ്മി ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. അത് ശരിയാകില്ല എന്ന് നല്ല ദേഷ്യത്തിൽ ധനലക്ഷ്മി വരുണിന്റെ മുഖത്ത് നോക്കി പറയുകയാണ്. ആ പണിയൊന്നും ഇവിടെ നടക്കില്ല എന്ന് നല്ല ദേഷ്യത്തിൽ പറയുകയാണ് ധനലക്ഷ്മി. എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന വരുൺ അത് പറയാൻ ഏട്ടത്തി ആരാണെന്ന് ചോദിക്കുകയാണ്. ഇത് ഏട്ടത്തിയുടെ വീടാണോ എന്ന് ചോദിക്കുകയാണ്. ഇത് കൺമണിയുടെ വീടല്ലേ. എന്നാൽ അത് കേട്ട് ധനലക്ഷ്മിക്ക് പിന്നെ ഒന്നും പറയാൻ സാധിക്കുന്നില്ല. അവള് വരട്ടെ, അവള് പറയട്ടെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ, ഞാൻ അപ്പോൾ ഇറങ്ങിക്കോളാം എന്ന് പറയുകയാണ് വരുൺ. പക്ഷെ ഇറങ്ങുന്നതിന് മുന്നേ എനിക്ക് തരാനുള്ള 101 പവൻ സ്വർണവും 10 ലക്ഷം രൂപയും എനിക്ക് മടക്കി വേണം. എന്നാൽ അത് കേട്ട് ഇടിവെട്ടേറ്റ പോലെ നിൽക്കുകയാണ് ധനലക്ഷ്മി. തുറന്ന് അനിരുദ്ധ പിന്നെ ധനലക്ഷ്മിയുടെ കയ്യിലാണ് 101 പവൻ സ്വർണവും 10 ലക്ഷം രൂപയും ഉള്ളതെന്ന് ഞങ്ങൾക്കറിയാം. ധനലക്ഷ്മി അത് തിരിച്ചു തരില്ലെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങളിപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത് ധനലക്ഷ്മി അല്ല കൺമണിയെയാണ്. അവൾക്ക് വേണ്ടി വരുൺ മുടക്കിയ സ്വർണത്തിനും കാശിനും അവൾ തന്നെ മറുപടി പറയണം. അതല്ല ചേട്ടത്തി സ്വർണവും പണവും മടക്കി തരികയാണെങ്കിൽ ഞാൻ ഈ നിമിഷം തന്നെ ഇവിടുന്ന് പൊയ്ക്കോളാം എന്ന് പറയുകയാണ് വരുൺ. എന്താ ചേട്ടത്തി ആ കാശും സ്വർണവും മടക്കി തരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ തന്നെ മടക്കി തരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ധനലക്ഷ്മി അയ്യോ സാറേ ഇപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്റെ കയ്യിലൊന്നുമില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് വരുൺ അതാണ് ഞാൻ പറഞ്ഞത്, ഏട്ടത്തിക്ക് ആ സ്വർണവും പണവും തിരിച്ചു തരാൻ സാധിക്കില്ല എന്ന്. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ഞാൻ ഇനി ഈ വീട്ടിൽ താമസിച്ചോളാം എന്ന് പറയുകയാണ് വരുൺ. എന്നാൽ അത് കേട്ട് ധനലക്ഷ്മി അതൊന്നും ശരിയാകില്ല എന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അത് മനസ്സിലാക്കിയ വരുൺ നല്ല ദേഷ്യത്തിൽ തന്റെ കയ്യിൽ കരുതിയ ഒരു കത്തി എടുത്തിട്ട് ധനലക്ഷ്മിക്ക് നേരെ നീട്ടി ധനലക്ഷ്മിയെ ഭീഷണിപ്പെടുത്തുകയാണ്. ഞാൻ ഭ്രാന്ത് കയറി നിൽക്കുകയാണ്, ഈ വീട് ഞാൻ പച്ചയ്ക്ക് കത്തിച്ചു കളയും, ഞാൻ ഒരുങ്ങി തന്നെയാണ് വന്നിരിക്കുന്നത്, മര്യാദയ്ക്ക് ഞാൻ പറയുന്ന അനുസരിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് വരുൺ ധനലക്ഷ്മിക്ക് നേരെ കത്തിക്ക് വേണ്ടി ഭീഷണിപ്പെടുത്തുകയാണ്. ഇന്നലെ വരെ കൺമണി നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെ നൈസായിട്ട് പറ്റിച്ചു കളിച്ചു, ഇനി ഞാൻ എന്തായാലും രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് വരുൺ ഇങ്ങനെ കലിച്ചു തൊള്ളുന്നത്. എന്നാൽ അത് കണ്ടാകെ പേടിച്ച് കിളി പോയി നിൽക്കുകയാണ് ധനലക്ഷ്മി. എന്നാൽ ഇതെല്ലാം കണ്ട് പേടിച്ച് നിൽക്കുന്ന ധനലക്ഷ്മി പിന്നെ വരുണോട് അയ്യോ വരുണെ എനിക്ക് പേടിയാകുന്നു എന്ന് പറയുകയാണെന്നാൽ അത് കേട്ട് അനിരുദ്ധ പിന്നെ ധനലക്ഷ്മിയോട് വരുണ് സമാധാനം കിട്ടണമെങ്കിൽ വരുണ് കൺമണിയെ കല്യാണം കഴിക്കണമെന്ന് പറയുകയാണെന്നാൽ അത് കേട്ട് ധനലക്ഷ്മി വീണ്ടും ഞെട്ടുകയാണ്. തുറന്നു വരുൺ അതെ എനിക്ക് കൺമണിയെ തന്നെ കല്യാണം കഴിക്കണം, കൺമണിയെ കൃഷ്ണന്റെ അടുത്ത് നിന്ന് മാറ്റി എനിക്ക് തിരിച്ചു തരാൻ പറയുകയാണ്. ഇതുവരെ നടന്നതെല്ലാം ഞാൻ മറന്നേക്കാം, അതല്ലെങ്കിൽ ആ 101 പവനും ആ 10 ലക്ഷം രൂപയും എനിക്ക് കിട്ടണം, ഇതിലേതെങ്കിലും ഒന്ന് നടക്കുന്നവരെ ഞാൻ ഇവിടെ തന്നെയേ ഉണ്ടാകുമെന്ന് പറയുകയാണ് വരുൺ. തുറന്നു വരുൺ അനിരുദ്ധിന്റെ മുഖത്ത് നോക്കിയിട്ട് അപ്പോൾ അനിരുദ്ധ് സാറേ ഞാൻ അപ്പോൾ എന്റെ ഭാര്യ വീട്ടിലേക്ക് വലതുകാല് വെച്ച് താമസം തുടങ്ങാൻ പോവുകയാണ്, ഭാര്യയുടെ ഏട്ടത്തി എന്നെ വിളക്ക് കൊളുത്തി സ്വീകരിക്കേണ്ടതാണ്, സാരമില്ല അത് കുഴപ്പമില്ല. തുറന്ന് അനിരുദ്ധ പിന്നെ ധനലക്ഷ്മിയുടെ ഒരു കാര്യം കൂടി, വരുണ് എല്ലാ കാര്യത്തിനും പരസഹായം ആവശ്യമാണെന്ന് പറയുകയാണ്. ടോയ്ലറ്റിൽ പോകാൻ വരെ ഒരാൾ വരുണെ സഹായിക്കണം, വരുണിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും കരുതലൊക്കെ വേണം. എന്നാൽ അത് കേട്ട് കണ്ണു തള്ളി നിൽക്കുകയാണ് ധനലക്ഷ്മി. തുറന്ന് വരുൺ പിന്നെ ധനലക്ഷ്മിയുടെ ഏട്ടത്തി പേടിക്കണ്ട, ഞാൻ ഏട്ടത്തിയമ്മയുടെ സ്ഥാനത്ത് തന്നെയേ കാണൂ, ഏട്ടത്തി അമ്മയോട് ഞാൻ മോശമായി പെരുമാറില്ല, ഏട്ടത്തി അമ്മ എന്നാൽ അമ്മയുടെ സ്ഥാനമാണ്, അതുകൊണ്ട് അത്തരം ടെൻഷൻ ഒന്നും വേണ്ട. പക്ഷെ വെറുതെ ചൊറിഞ്ഞ് വട്ടാക്കിയാലുണ്ടല്ലോ എനിക്ക് കണ്ണുമുക്കൊന്നും കാണില്ല, കൊന്നളഞ്ഞാൻ. എന്നാൽ അത് കേട്ട് ധനലക്ഷ്മി ആ കാറിന്റെ മുകളിലേക്ക് പേടിച്ചു വീഴുകയാണ്. തുറന്ന് അനിരുദ്ധ് വരുണിന്റെ കൈ പിടിച്ച് ധനലക്ഷ്മിയെ ഏൽപ്പിക്കുകയാണ്. ദേ വരുൺ ഏറ്റുവാങ്ങിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് മാൻഡ്രേക്കിന്റെ പ്രതിമ കൊടുക്കുന്ന പോലെ വരുണ് ധനലക്ഷ്മിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് അനിരുദ്ധ് അവിടുന്ന് പോവുകയാണ്.
തുടർന്ന് ധനലക്ഷ്മി വരുണിന്റെ കൈ പിടിച്ചുകൊണ്ട് വരുണിയും താങ്ങിക്കൊണ്ട് വീടിനകത്തേക്ക് ചെല്ലുകയാണ്. പേടിയോടുകൂടിയാണ് ധനലക്ഷ്മി വരുണിയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് ചെല്ലുന്നത്. അങ്ങനെ ധനലക്ഷ്മിയുടെ ജീവിതം പാറ്റ നക്കിയ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ. എന്നാൽ ഈ സമയത്ത് ധനലക്ഷ്മി വരുണിനോട് ഇവിടെ തന്നെ താമസിക്കണമെന്ന് നിർബന്ധമുണ്ടോ, വല്ല ഹോട്ടലിലായാലോ എന്ന് ചോദിക്കാൻ. എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന വരുൺ നോക്കി നിൽക്കാതെ നടക്കപ്പെടുമ്പോളെ തുറന്നു കാണിക്കുന്ന അലികയുടെ ഓഫീസാണ്. മാനസയുടെ അടുത്തായ ശ്രീദേവി ചാരപ്പണിക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കൺമണിയുടെയും കൃഷ്ണി ക്യാബിനിലേക്ക് മാറി മാറി എത്തി നോക്കുകയാണ്. രണ്ടുപേരും എത്തിയിട്ടില്ല. ഇതുവരെയായിട്ടും അവരെന്തുകൊണ്ടാണ് വരാത്തത്? രണ്ടുപേരെയും കാണുന്നത്. ഇതിൽ എന്തൊരു പന്തികേടുണ്ടെന്ന് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് ശ്രീദേവി. ചാരപ്പണിക്ക് ഇറങ്ങിയതാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ദേവിജിയും മഹിയും കൂടി വരികയാണ്. ശ്രീദേവിയുടെ ഈ നോട്ടവും എല്ലാം കാണുമ്പോൾ ദേവിജിക്ക് ഒരു പന്തികേട് തോന്നുകയാണ്. തുടർന്ന് ദേവിജി പിന്നെ ശ്രീദേവിയോട് എന്ത് പറ്റി ശ്രീദേവി, എന്താണ് ഇവിടെ വട്ടം ചുറ്റി തിരിഞ്ഞിരിക്കുന്നത് ചോദിക്കുകയാണ്. തുടർന്ന് ശ്രീദേവി ദേവിജിയോട് കള്ളം പറയുകയാണ്. കൺമണി കൃഷി ഒന്നും വന്നിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് ദേവിജി എന്താ അവരെ കണ്ടിട്ട് എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് ശ്രീദേവി കൺമണിയെ കണ്ട് എനിക്കൊരു ഡൗട്ട് ചോദിക്കാൻ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ദേവിജി ഒന്ന് ചിരിച്ചുകൊണ്ട് ഡൗട്ടാണോ, എന്നോട് ചോദിക്കാമല്ലോ, എന്ത് ഡൗട്ടാണ് ഉള്ളതെന്ന് ശ്രീദേവിയോട് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ശ്രീദേവിക്ക് ഒന്നും തന്നെ ചോദിക്കാൻ സാധിക്കുന്നില്ല. ശ്രീദേവി ഇങ്ങനെ തപ്പി തടയുകയാണ്. പെട്ടല്ലോ ഈശ്വര എന്ന രീതിയിൽ. തുടർന്ന് ദേവിജി വീണ്ടും ശ്രീദേവിയോട് ശ്രീദേവിക്ക് ഏത് ഡിസൈനെ കുറിച്ചാണ് ഡൗട്ട് ഉള്ളതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ശ്രീദേവിക്ക് ഒന്നും തന്നെ പറയാൻ സാധിക്കുന്നില്ല. ഈ എന്നിങ്ങനെ നീട്ടി വിളിക്കുകയാണ്. തുടർന്ന് ശ്രീദേവി ദേവിജിയോട് അല്ല സാർ, ഒരു പുതിയ ഡിസൈനെ കുറിച്ചുള്ള ഡൗട്ടാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ദേവിജിക്ക് കാര്യം മനസ്സിലായിരിക്കുകയാണ്. തുടർന്ന് ദേവിജി പിന്നെ ശ്രീദേവിയോട് ഏത് ഡിസൈൻ ആണെന്ന് ചോദിക്കുകയാണ് ദേവിജി. എന്നാൽ അത് കേട്ട് ശ്രീദേവി വീണ്ടും ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ദേവിജി പിന്നെ ശ്രീദേവിയോട് ഈ സംശയങ്ങൾ ശ്രീദേവിയുടെ തന്നെ സംശയമാണോ അതോ മറ്റാരുടെയെങ്കിലും സംശയമാണോ ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ശ്രീദേവി ശരിക്കും കിളി പോയി നിൽക്കുകയാണ്. ഞാൻ പെട്ടു എന്നൊരവസ്ഥയിൽ നിൽക്കുകയാണ് ശ്രീദേവി. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.